ഹലോ, വെൽക്കം ടു ഐഫർ എഡ്യൂക്കേഷൻ. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ് 5-ലെ കിനായ എന്ന് പറയുന്ന ഭാഗത്തെക്കുറിച്ചാണ്. നമുക്കറിയാം, ഇൽമുൽ ബലാഗയിൽ വരുന്ന ഇൽമുൽ ബയാനിലെ മജാസ്, തഷ്ബീഹ് എന്നിവ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ് കിനായത്ത് എന്ന് പറയുന്നത്. പരീക്ഷകളിൽ പലപ്പോഴും അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. യൂണിറ്റ് 5-ലാണ് കിനായ വരുന്നത്. എന്താണ് കിനായത്ത്? കിനായത്ത് എന്ന് പറയുന്ന ടേം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അൽ കിനായത്തു ലഫ്ളുൻ ഉത്ലിഖ വ ഉരീദ ബിഹി ലാസിമു മാനാഹു മാ ജവാസ് ഇറാദത്തി ദാലിക്കൽ മാന. കിനായത്ത് എന്ന് പറയുന്നത് അതൊരു ലഫ്ളാണ്, ഒരു പദമാണ്. അത് പ്രയോഗിക്കപ്പെടുന്നു, എന്നിട്ട് ആ പദം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അതിൻ്റെ അർത്ഥത്തിൻ്റെ അനുബന്ധമാണ്. ആ ലഫ്ള് ദ്യോതിപ്പിക്കുന്ന അല്ലെങ്കിൽ പങ്കുവെക്കുന്ന ഒരു മാനയുണ്ടാകും, യഥാർത്ഥ മാനയുണ്ടാകും. ആ മാനയുടെ അനുബന്ധമായി വരുന്ന അല്ലെങ്കിൽ അതിനോട് ചേർന്ന് വരുന്ന, ലാസ്യമായി വരുന്ന ഒരു കാര്യമായിരിക്കും ഉദ്ദേശിക്കപ്പെടുന്നത്. എന്നാൽ മാ ജവാസ് ഇറാദത്തി ദാലിക്കൽ മാന, ആ പദം ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ആ പദം പങ്കുവെക്കുന്ന യഥാർത്ഥ മാന ഉദ്ദേശിക്കുക എന്നുള്ളത് അവിടെ അനുവദനീയമാണ്. ആ അനുവദനീയമാവലോട് കൂടെ തന്നെ അവിടെ യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കപ്പെടുന്നത് ആ മായനയുടെ അനുബന്ധമായ വേറൊരർത്ഥമായിരിക്കും. ഓക്കെ, അപ്പോൾ കിനായത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് കൃത്യമായിട്ടുണ്ടാകും. തങ്കസിമുൽ കിനായത്തു ബിഅ്തിബാരിൽ മക്കിനിയ അൻഹു. അപ്പോൾ നമ്മളൊരു പദം പറയും, ആ പദം കൊണ്ട് എന്ത് ചെയ്യും? അതിൻ്റെ യഥാർത്ഥ മായനയുടെ അനുബന്ധം ഉദ്ദേശിക്കുകയും ചെയ്യും. അപ്പോൾ ഈ മക്കിനിയ അൻഹുവിനെ പരിഗണിച്ചുകൊണ്ട്, അവിടെ എന്തൊന്നിനെ തൊട്ടാണോ മറച്ചു പറഞ്ഞിട്ടുള്ളത് അതിനെ പരിഗണിച്ചുകൊണ്ട് കിനായത്ത് വിഭജിക്കപ്പെടും. സലാസത്ത ഖസാമിൻ, 3 വിഭാഗമായിട്ടത് തിരിയും. ഫ ഇന്നൽ മക്കിനിയ അൻഹു ഖദ് യകൂനു സിഫത്തൻ, ചിലപ്പോൾ അവിടെ മറക്കപ്പെട്ടത് എന്തായിരിക്കും? ഒരു സിഫത്തായിരിക്കും. വഖദ് യകൂനു മൗസൂഫൻ, ചില സന്ദർഭങ്ങളിൽ അത് വിശേഷിപ്പിക്കപ്പെടുന്ന വസ്തുവായിരിക്കും, മൗസൂഫായിരിക്കും. വഖദ് യകൂനു നിസ്ബത്തൻ, മറ്റു ചില സന്ദർഭങ്ങളിൽ അവിടെ ഒരു നിസ്ബയായിരിക്കും. മുസ്നദിലെയും മുസ്നദിൻ്റെ ഇടയിലുണ്ടാകുന്ന ഒരു നിസ്ബ എന്ന് പറയാറുണ്ടല്ലോ നമ്മൾ. അപ്പോൾ ആ നിസ്ബയായിരിക്കും അവിടെ എന്താകുന്നത്? മക്കിനി അനുഹായിട്ട് വരുന്നത്. ഇങ്ങനെ 3 രൂപത്തിൽ കിനായുണ്ട്. കിനായത്തുൻ അൻ സിഫത്തുണ്ട്, കിനായത്തുൻ അൻ മൗസൂഫ് ഉണ്ട്, കിനായത്തുൻ അൻ നിസ്ബയുണ്ട്. ഈ 3ഉം കിനായത്ത് എന്ന് പറയുന്നതിൻ്റെ കീഴിൽ വരുന്ന ഉപവിഭാഗങ്ങളാണ്. ഇത് സ്ലൈഡിൽ നേരെ തിരിഞ്ഞു പോയതാണ്. അൽ കിനായത്തുൻ സിഫത്തിൻ എന്ന് തന്നെയാണ് PPT-യിൽ തയ്യാറാക്കിയിരുന്നത്. ഇതിലേക്ക് മാറ്റപ്പോൾ ഇങ്ങനെ വരുന്നത്. അപ്പോൾ അൽ കിനായത്തു അൻ സിഫത്തിൻ എന്നാട്ടാ. അൽ കിനായത്തു അൻ സിഫത്തിൻ എന്നാണ്, അതിവിടേക്ക് തിരിഞ്ഞു പോയതാണ്. എന്താണ് അൽ കിനായത്തു അൻ സിഫത്തിൻ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നോക്കൂ, അറബികൾ പറയാറുണ്ട് ഫുലാനത്തുൻ ബഈദത്തു മഹുവൽ ഖർത്ത്. ആ പെണ്ണ്, അവളുടെ ചെവിയുടെ ഈ അഗ്രവും അവളുടെ ഈ ഭാഗവും, തോളിൻ്റെ ഈ ഭാഗവും നല്ല അകലമുള്ളവളാണ് എന്ന് പറയാറുണ്ട് അറബികൾ. മറ്റൊരു പ്രയോഗം നോക്കൂ, ഹൻസാ, അവരുടെ, നമുക്കറിയാം ഹൻസാ നമുക്ക് യൂണിറ്റ് 1-ൽ പഠിക്കാനുള്ളവരാണ്, നമ്മൾ ഡിസ്കസ് ചെയ്തതുമാണ് മുമ്പൊരു വീഡിയോയിൽ. അപ്പോൾ ഹൻസാ പറയുകയാണ്, അവരുടെ സഹോദരൻ സഹ്ർ, മുആവിയ എന്ന് പറയുന്ന 2 സഹോദരന്മാരുണ്ടായിരുന്നു. സഹ്ർ അല്ല, മുആവിയാണ് ഷഖീഖ്, പക്ഷേ ഏറ്റവും ബന്ധമുണ്ടായിരുന്നത് സഹ്റായിട്ടായിരുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ. ത്വവീലുൻ നജാദി റഫീഉൽ ഇമാദി കസീറുർ റമാദി ഇദാ മാ ശത. അപ്പോൾ ഇവിടെ ത്വവീലുൻ നജാദിലെ വാളുറ നീണ്ട ആളാണ്, റഫീഉൽ ഇമാദ് ഈ ടെൻറ്റിൻ്റെയൊക്കെ ഈ തൂണൊക്കെ വലിയ ആളാണ്, കസീറുർ റമാദ് നല്ല വെണ്ണീര് കൂടുതലായിട്ടുള്ള ആളാണ് എന്നൊക്കെയാണ് ഹൻസാ സഹ്റിനെ കുറിച്ച് പറയുന്നത്. ഇവിടെ 2 സ്ഥലത്തും പറഞ്ഞിട്ടുള്ളത് നോക്കൂ, ഫുലാനത്തുൻ ബഈദത്തു മഹ്വൽ ഖർത്ത്. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ പെണ്ണ് അല്ലെങ്കിൽ ഒരു പെണ്ണ്, അവളുടെ ഈ കറുത്ത് എന്ന് പറഞ്ഞാൽ ഈ ഷഹമത്തുലുദിനാണ് പറയാറുള്ളത്. ഇതിൻ്റെയും അതേപോലെ ഈ തോൾഭാഗം ഉണ്ടല്ലോ, ഇതിൻ്റെയും ഇടയിൽ അകലം കൂടിയവളാണ് എന്ന് പറഞ്ഞാൽ അവളുടെ ഉനുക്ക്, പിരടിക്ക് ദൈർഘ്യമുണ്ട്, പിരടി നീളമുള്ളവളാണ്. അപ്പോൾ നല്ല പിരടിയുള്ളവളാണ്. ത്വവീലുൽ ജീദ്, പിരടി നല്ല, ഉനുക്ക് നല്ല പിരടി കൂടുതലുള്ളവളാണ് എന്ന അർത്ഥത്തിലാണ് എന്ത് പ്രയോഗിക്കുന്നത്? കഴുത്ത് നല്ല നീളമുള്ളവളാണ് എന്ന അർത്ഥത്തിലാണ് ഈ പ്രയോഗം നടത്തുന്നത്. കാരണം ഇവിടെയും അകലം കൂടിയാൽ സ്വാഭാവികമായിട്ടും കഴുത്തെന്ത് ചെയ്യും? കൂടുതലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു അർത്ഥത്തിലാണ് ഇത് പ്രയോഗിക്കുന്നത്. ഓക്കെ,
അപ്പോൾ യഥാർത്ഥത്തിൽ അവൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, പറയുന്ന ആളുകൾ ഉദ്ദേശിക്കുന്നത് അവൾക്ക് ഈ കഴുത്തിന് നല്ല നീളമുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഈ ഭാഗത്തിന് നല്ല നീളമുണ്ട് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ രൂപത്തിൽ അവൾ ആ ഭാഗം നീളമുള്ളവളാണ് എന്നൊരു സിഫത്താണ് അവിടെ മറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ സിഫത്തിനെ പറയുന്നതിന് പകരം എങ്ങനെ പറയുകയാണ്, ബൈദത്തു മഹവൽ ഖർത്ത് എന്ന് പറയുകയാണ്. അപ്പോൾ ത്വവീലുൽ, ഇതാണ് ഇവിടെ മറക്കപ്പെട്ടിട്ടുള്ള സിഫത്ത്. അപ്പോൾ ഇവിടുത്തെ മക്കിനി അൻഹ എന്താണ്, സിഫത്താണ്. ഈ സിഫത്തിനെ തൊട്ടിട്ടാണ് എന്തായിട്ടുള്ളത്, ഇവിടെ മറച്ചു പറഞ്ഞിട്ടുള്ളത്. ഈ തവീലുൽ ഉനഖ്, പിരടി കഴുത്തൊക്കെ നീളമുള്ളവളാണ് എന്ന് പറയേണ്ടതിന് പകരം, ഇതൊരു പെണ്ണിൻ്റെ വസ്ഫായിരിക്കുമല്ലോ, ഒരു വ്യക്തിയുടെ വിശേഷണമാണ്, സിഫത്താണ് എന്ത്, തവീൽ എന്ന് പറയുന്നത്, അല്ലാതെ മൗസൂഫ് അല്ലല്ലോ. ഫുലാനത്താണ് മൗസൂഫത്ത്, ഇവിടുത്തെ സിഫത്താണ് ഇത് തവീൽ. അപ്പോൾ ഈ തവീലുൽ ഉനഖ് എന്ന് നേരിട്ട്, അല്ലെങ്കിൽ തവീലുൽ ജീദ് എന്ന് നേരിട്ട് പറയുന്നതിന് പകരം എന്ത് പറയാണ്, ബൈദത്തു മഹവൽ ഖർത്ത് എന്ന് പറയുകയാണ്. അപ്പോൾ അവിടെ സിഫത്തിനെ എന്താക്കി, അങ്ങ് മറച്ചു വെച്ചിട്ട് വേറൊരു രൂപത്തിൽ പ്രയോഗം നടത്തി. ഇതേപോലെ തവീലുൻ നജാദ് എന്ന് പറയുമ്പോൾ വാളുറ നീളമുള്ള ആളാണ്, വാളുറ നീളമുള്ള ആണ് എന്ന് പറയുമ്പോൾ അവിടെ ആൾ അത്യാവശ്യം എന്താണ്, നല്ല നീളമുള്ള ആളാണ് എന്ന് കിട്ടും. അതേപോലെ അത്യാവശ്യം വാളുമായിട്ട് നടക്കുന്ന ആളാണ്, ധീരനാണ് എന്ന് കിട്ടും. അപ്പോൾ ഒരാളുടെ വിശേഷണമാണ് സഹർ, ധീരനാണ്, ധീരതയുള്ളവനാണ്, ഷജ്ജാ ആണ്. അപ്പോൾ ആളെ ഷജ്ജാ എന്ന് പറയുന്ന വസ്ഫിനെ തൊട്ട് എന്തായതാണ്, മറച്ചുകൊണ്ട് പറഞ്ഞതാണെന്ത്, ഈ പ്രയോഗം ത്വവീലുൻ നജാദ് എന്ന് പറയുന്നത്. അതേപോലെ റഫീഉൽ ഇമാദ് എന്ന് പറഞ്ഞാൽ ഈ കെട്ടുന്ന ടെൻറ്റുകൾക്കൊക്കെ തൂണ് നല്ല നീളമുള്ളവരാവൽ വലിയ മാന്യന്മാരും കരീമായ ആളുകളുടെ ഒരു സ്വഭാവമാണ്. അപ്പോൾ ഈ സഹർ എന്താണ്, വലിയ കറമുള്ള ആളാണ്, കരീമാണ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ കരീമ എന്ന് പറയുന്നത് എന്താണ്, ഒരു സിഫത്താണ്. അപ്പോൾ ഈ രണ്ട് സിഫത്തുകൾ ഇവിടെ മറഞ്ഞു വരികയാണ്. അതുപോലെ കസീറുർ റമാദ് എന്ന് പറഞ്ഞാൽ വലിയ എന്താണ്, സൽക്കാരപ്രിയനാണ്, ആതിഥേയത്വം നന്നായി ഉള്ള ആളാണ്. അപ്പോൾ വെണ്ണീര് കൂടിയ, വെണ്ണീര് എപ്പോഴാണ് കൂടുതലുണ്ടാവുക, നന്നായിട്ട് അടുപ്പിൽ തീ കത്തിക്കുമ്പോൾ. എപ്പോഴാണ് നന്നായിട്ട് അടുപ്പിൽ തീ കത്തിക്കേണ്ടി വരിക, അതിഥികളായിട്ട് കൂടുതലായിട്ട് വരുന്ന സമയത്ത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൂടുതൽ അതിഥി സൽക്കാരം നടക്കാറുണ്ട്, ഇയാൾ അതിഥി പ്രിയനാണ് എന്ന ആ ഒരു സിഫത്താണ് ഈ സഹറിനെ കുറിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നത്. അവിടെ ആ സിഫത്ത് നേരിട്ട് പറയാതെ എന്ത് ചെയ്തു, മറച്ചു പറഞ്ഞു. അപ്പോൾ ഇവിടെ ആശയതലത്തിൽ എന്താണ്, വെണ്ണീര് കൂടിയവനാണ് എന്ന യഥാർത്ഥമാണ് ഉദ്ദേശിക്കാൻ അനുവദനീയമാണ്. പക്ഷേ വെണ്ണീര് കൂടുതലാണ് എന്ന അതിൻ്റെ യഥാർത്ഥ മായനയല്ല അവിടെ മുറാദ്. പകരം അതിൻ്റെ ലാസിമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സൽക്കാരപ്രിയത എന്ന് പറയുന്ന വിശേഷണമാണ് ഉദ്ദേശിക്കപ്പെടുന്നത്. ഇതാണ് കിനായത്തുൻ അൻ സിഫത്ത് എന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്നത്. നോക്കൂ, അൽ ജുംലത്തു ഫുലാനത്തുൻ ബഈദത്തു മഹവൽ ഖർത്ത് എന്ന് പറയുന്നത് എന്തിൻ്റെ ഉദാഹരണമാണ്? മജാസാണോ, ഇസ്തിയാറയാണോ, തഷ്ബീഹാണോ, കിനായത്താണോ? ഇത് ഈ കഴിഞ്ഞ അവസാനത്തെ പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, മജാസാണോ, ഇസ്തിയാറയാണോ, തഷ്ബീഹാണോ, കിനായത്താണോ, എന്തിൻ്റെ ഉദാഹരണമാണ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ അല്ലേ. കിനായത്തിന് അല്ലേ, കിനായത്തിന് സിഫത്തിൽ പെട്ടത് കൂടിയാണ്, പിന്നെ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചിട്ടില്ല, നേരിട്ട് തന്നെയാണ് ചോദ്യം. അപ്പോൾ ഫുലാനത്തുൻ ബഈദത്തുൻ മഹവൽ ഖർത്ത് എന്ന് പറയുന്നത് കിനായത്താകുന്നു. ഇതൊക്കെ നേരത്തെ പറഞ്ഞ പോലെ അങ്ങ് തിരിഞ്ഞു പോയതാണ് കേട്ടോ. ഇവിടെയാണ് ശരിക്കും വേണ്ടത്. അൽ കിനായത്തു അൻ മൗസൂഫിൻ, കിനായത്തിൻ്റെ രണ്ടാമത്തെ ഇനം എന്ന് പറയുന്നത് അൽ കിനായത്തു അൻ മൗസൂഫിൻ എന്നുള്ളതാണ്. ഓക്കെ, അവിടെ മറക്കപ്പെടുന്നത് ഒരു മൗസൂഫായിരിക്കും, ഒരു ദാത്തായിരിക്കും. ഓക്കെ, ഒരു ലഫ്ള് പറയപ്പെടും, ആ ലഫ്ള് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ആ ലഫ്ളിൻ്റെ മഅനയുടെ ലാസിമായി വരുന്നൊരു ദാത്തായിരിക്കും ഉദ്ദേശിക്കപ്പെടുന്നത്. ദാത്താണല്ലോ മൗസൂഫായിട്ട് വരിക. എൻ്റെ ഈ ദാത്ത്, എനിക്ക് കുറേ വിശേഷണങ്ങളുണ്ടാവും, അപ്പോൾ അതൊക്കെ എൻ്റെ വിശേഷണങ്ങളും ഞാനെന്ന് പറയുന്ന ഈ ദാത്ത് മൗസൂഫും ആയിരിക്കും. വജദത്ത് ഫീക്കി ബിന്തു അദ്നാന ദാറ ദക്കറത്ത്ഹ ബദാബത്തൽ അറാബി, ദക്കറത്ത്ഹ എന്നുണ്ട് കേട്ടോ. വജദത്ത് ഫീക്കി, ഇത് ഒരു സ്ഥാപനത്തെ കുറിച്ചിട്ട് പാടിയിട്ടുള്ളതാണ്, ദാറുൽ ഉലൂമിനെ കുറിച്ചിട്ട്. വജദത്ത് ഫീക്കി, ഓ ദാറുൽ ഉലൂം, നിന്നിൽ എത്തിച്ചിരിക്കുന്നു. ബിന്തു അദ്നാന, അദ്നാനിൻ്റെ പുത്രി നിന്നിൽ എത്തിച്ചിരിക്കുന്നു. ദാറൻ, ഒരു ഗേഹം, നിന്നിൽ ഒരു ഗേഹത്തെ എത്തിച്ചിരിക്കുന്നു. ദക്കറത്ത്, ആ ഗേഹം ഓർമ്മിപ്പിച്ചു, ഹാ ഈ ബിന്തു അദ്നാനിനെ ഓർമ്മിപ്പിച്ചു. ബദാവത്തൽ അറാബ്, അറബികളുടെ യഥാർത്ഥ അസ്ലിയായ ഭാഷയെ. അപ്പോൾ അറബി ആ ഭാഷ അത്രയും സമ്പന്നമാക്കിയ ഒരു സ്ഥാപനമാണ് ദാറുൽ ഉലൂം എന്നുള്ളതാണ് കവി ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ പറഞ്ഞത് എങ്ങനെയാണ്? വജദത്ത് ഫീക്കി ബിന്തു അദ്നാൻ, അദ്നാനിൻ്റെ പുത്രി നിന്നിലെത്തിച്ചു. അപ്പോൾ അദ്നാൻ്റെ പുത്രി അവിടെ പഠിക്കാൻ വന്ന പെൺകുട്ടിയുടെ പേരൊന്നുമല്ലല്ലോ. ഓക്കെ,
അപ്പോൾ ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? അദ്നാനിൻ്റെ പുത്രി എന്നുള്ളത് കൊണ്ട് ഒരു സിഫത്താണ് ഉദ്ദേശിക്കുന്നത്? അല്ല, പകരം അൽ ലുഗത്തുൽ അറബിയ എന്ന് പറയുന്ന ഒരു മൗസൂഫാണ് അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. അപ്പോൾ ഈ മൗസൂഫ് അവിടെ മറക്കപ്പെട്ട് കിടക്കുകയാണ്. ബിന്ത് അദ്നാൻ എന്ന പദം കൊണ്ട് പ്രയോഗിച്ചുകൊണ്ട് അറബി ഭാഷയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അറബി ഭാഷ എന്ന് പറയുന്നതിന് നേരിട്ട് പറയാതെ അതിനോട് മറച്ച് വെച്ചിട്ട് പുറത്ത് പറഞ്ഞത് ഏതാണ്? ബിന്തു അദ്നാൻ എന്നുള്ളതാണ്. ഓക്കെ, അദ്നാൻ ആ അവരിലേക്കാണല്ലോ അറബി ഭാഷയുടെ അസലൊക്കെ ചെന്ന് ചേരുന്നത്. ഇനി അള്ളാരിബീന ബി കുല്ലി അബിയല്ല മിഹദമി വത്താഇനീന മജാമിഅൽ അഗ്ലാനി. അള്ളാരിബീന ബി കുല്ലി അബിയല്ല മിഹദമി, എല്ലാ വെളുത്ത വാളുകൊണ്ടും അടിക്കുന്ന, മിഹദം എന്ന് പറഞ്ഞാൽ സൈഫ് എന്നുള്ളതാണ്, അടിക്കുന്നവരാണ് അവർ. വത്താഇനീന മജാമിഅൽ അഗ്ലാൻ, പകയുടെ സങ്കേതം. മജാമിഉൽ അഗ്ലാന് എന്ന് പറഞ്ഞാൽ പക, വിദ്വേഷം ഒക്കെയാണല്ലോ. ഈ പകയുടെ സങ്കേതത്തെ കുത്തുന്ന ആൾ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിന് കടാര കൊണ്ട് കുത്തുന്ന ആളുകൾ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, ശരിക്കും മജാമിഉൽ അഗ്ലാൻ പകയുടെ സങ്കേതം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. എന്താ ഈ പകയുടെ സങ്കേതം എന്ന് പറഞ്ഞാൽ? പകയുടെ സങ്കേതം എന്ന് പറഞ്ഞാൽ കുലൂബാണ്, ആളുകളുടെ ഹൃദയമാണ്. അപ്പോൾ ഈ രണ്ട് സ്ഥലത്ത് നോക്കൂ നിങ്ങൾ, ഇവിടെ രണ്ട് സ്ഥലത്തും മറക്കപ്പെട്ടിട്ടുള്ളത് മൗസൂഫാണ്. ഇവിടെ കൽബ് എന്ന് പറഞ്ഞ സിഫത്തല്ലല്ലോ, അവൻ ഹൃദയമാണ് എന്നൊക്കെ വേറെ അർത്ഥത്തിൽ പറയാം. അത് ഒരു സിഫത്തായിട്ട് ഹൃദയം പ്രയോഗിക്കപ്പെട്ടില്ലല്ലോ, പകരം ഹൃദയത്തിന് നമ്മൾ ഒരുപാട് സിഫത്തുകൾ പറയും. അപ്പോൾ ഹൃദയം എന്താണ്? അതൊരു മൗസൂഫാണ്. ഇതേപോലെ അറബി ഭാഷ, അത് നല്ല ഭാഷയാണ് പറ്റത്, അങ്ങനെ കുറേ സിഫത്തുകൾ അറബി ഭാഷയ്ക്ക് നമ്മൾ കൊടുക്കും. അറബി ഭാഷ എന്ന് പറയുന്നത് മൗസൂഫാണ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് മൗസൂഫുകൾ ഇവിടെ മറക്കപ്പെട്ടു. പകരം എന്ത് ചെയ്തു? വേറെ ചില വേർഡ് അതിനെ സൂചിപ്പിച്ചുകൊണ്ട് പറയുകയും ചെയ്തു. അപ്പോൾ ഇവിടെ പറയപ്പെട്ടതിൻ്റെ ലാസിമാണ് ഇവിടെ മുറാദ്. അതേപോലെ ഇവിടെയും ലാസിമാണ് മുറാദ്. ആ ലാസിം എന്താണ്? മൗസൂഫാണ്. അപ്പോൾ ഇതൊക്കെ ഏതിൽ വരുന്നതാണ്? കിനായത്തിൽ തന്നെ അൽ കിനായത്തു അൻ മൗസൂഫിൻ എന്ന് പറയുന്ന ഉപവിഭാഗത്തിൽ ചേരുന്നതാണ്. ഇതൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തല തിരിഞ്ഞതാണ് കേട്ടോ. അൽ കിനായത്തു അൻ നിസ്ബത്തിൻ എന്നുള്ളതാണ്, നിസ്ബയെ തൊട്ട് മറച്ചു പറയുക എന്നുള്ളതാണ്. ഇതാണ് മൂന്നാമത്തെ ഇനം. എന്ന് പറഞ്ഞാൽ ഇവിടെ എന്നിലേക്ക് ചേർക്കേണ്ടത് പകരം എന്ത് ചെയ്യുന്നു? ഞാനുമായി ബന്ധമുള്ള എൻ്റെ വസ്ത്രം അല്ലെങ്കിൽ എൻ്റെ പുതപ്പ് അതിലേക്ക് അങ്ങോട്ട് ചേർത്തും ആ കാര്യത്തെ. ഒരു വിഷയത്തെ എന്നിലേക്ക് ചേർത്തി പറയേണ്ടതുണ്ടാകും, പക്ഷെ എന്നിലേക്ക് ചേർക്കാതെ എന്ത് ചെയ്യുന്നു? ഞാനുമായി എന്തെങ്കിലും ഒരു ഇത്തിസാലുള്ള ഒരു ബന്ധമുള്ള മറ്റൊന്നിലേക്ക് ചേർക്കുന്നു. അതിനാണ് അൽ കിനായത്തു അൻ നിസ്ബത്തിൻ എന്ന് പറയുക. അൽ മജ്ദു ബൈന സൗബൈക് വൽ കറമു മിൽഉ ബുർദൈക്. ഔന്നത്യം എന്ന് പറയുന്നത് നിൻ്റെ രണ്ട് വസ്ത്രങ്ങൾക്കിടയിലാണ്. ഓക്കെ, ഉദാരത എന്ന് പറയുന്നത് നിൻ്റെ പുതപ്പ് നിറയെയുമാണ്. അപ്പോൾ നോക്കൂ, നിനക്ക് ഔന്നത്യമുണ്ട്, ഉദാരതയുണ്ട് എന്നൊക്കെയാണ് പറയേണ്ടത്. പക്ഷെ എന്നിലേക്ക് ചേർക്കാതെ ഇവിടെ ചേർക്കുന്നത് ഏതിലേക്കാണ്? ഇവിടെ ചേർക്കുന്നത് ഞാനുമായി ബന്ധമുള്ള നിൻ്റെ വസ്ത്രം എന്ന് പറഞ്ഞാൽ, എന്നോടൊപ്പം പറയുകയാണെങ്കിൽ നിൻ്റെ വസ്ത്രം എന്ന് പറഞ്ഞാൽ എൻ്റെ വസ്ത്രമല്ലേ, അപ്പം നിൻ്റെ വസ്ത്രത്തിലേക്കാണ് ചേർക്കുന്നത്. ഓക്കെ, അപ്പം എന്നിലേക്ക് ചേർക്കുന്നതിന് പകരം ഞാനുമായി ബന്ധമുള്ള ഒന്നിലേക്ക് നിസ്ബ ചെയ്യുന്നു. അപ്പോൾ അവിടെ ഈ കിനായത്ത് വരുന്നത് ആ നിസ്ബ വഴിയാണ്. അപ്പം നിസ്ബയെ തൊട്ടാണ് എന്താകുന്നത്? അവിടെ കിനായത്ത് വരുന്നത്. വൽ കറമു മിൽഉ ബുർദൈക്, നിൻ്റെ രണ്ട് ബുർദ നിറയുമാണ്, പുതപ്പ് നിറയുമാണ് എന്ന് പറഞ്ഞാൽ അവിടെയും എന്നിലേക്ക് ചേർക്കാതെ എൻ്റെ പുതപ്പിലേക്ക് എന്ത് ചെയ്യുന്നു? ചേർക്കപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ കിനായത്തിൻ്റെ 3 ഇനങ്ങൾ എന്ന് പറയുന്നത് അൽ കിനായത്തു അൻ സിഫത്തിൻ, അൽ കിനായത്തു അൻ മൗസൂഫിൻ, അൽ കിനായത്തു അൻ നിസ്ബത്തിൻ. ഈ 3ഉം കിനായയുടെ ഉപവിഭാഗങ്ങളായി വരുന്നവയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കിനായയുമായി ബന്ധപ്പെട്ട അതിൻ്റെ 3 ഉപവിഭാഗങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ കിനായ അൻ സിഫത്ത്, കിനായ അൻ മൗസൂഫ്, കിനായ അൻ നിസ്ബ, ഈ 3 കാര്യങ്ങളാണ് കിനായയുമായി ബന്ധപ്പെട്ട് പ്രാഥമികമായി നമുക്ക് പഠിക്കുവാനുള്ളത്. ഓക്കെ.